അമ്മ പോലുള്ള വലിയ സംവിധാനങ്ങൾ ഇപ്പോഴും അവരാണല്ലോ വലിയ സംഘടന. എന്നാണ് പാർവതി. സുഹൃത്തുക്കളെ, പാർവതി പലപ്പോഴും അമ്മ എന്ന് പറയുന്ന സംഘടനയെ അമ്മ എന്ന് വിളിച്ചിട്ടില്ല. പാർവതി അതിന് വിളിക്കാറുള്ളത് AMMA എന്ന് മാത്രമാണ്. പാർവതി നമുക്കറിയാം, പാർവതി തിരുവോത്ത് WCC എന്ന് പറയുന്ന സംഘടന കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് സിനിമാ മേഖലയിൽ ആണുങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളത്. മുഴുവൻ സിനിമകളും ഒരു സ്ത്രീ വിരുദ്ധ സിനിമകളാണ്, സ്ത്രീകളെ എതിർക്കാൻ വേണ്ടി മാത്രമാണ് സിനിമകളൊക്കെ ഇറക്കുന്നത് എന്നീ പറയുന്ന ആരോപണങ്ങളുമായിട്ട് WCC വുമൻസിന്റെ ഒരു ഫോറം നമ്മുടെ സിനിമ ഉള്ളിൽ വരുന്നു. രേവതി അടക്കമുള്ള നമ്മുടെ മഞ്ജു വാര്യർ അടക്കമുള്ള ആളുകളൊക്കെ കൂട്ടിച്ചേർന്നിട്ടാണ് ഈ ഒരു സംഘടന ഉണ്ടാക്കുന്നത്. എന്തായാലും സംഘടന ഉണ്ടാക്കി കുറച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ സംഘടന പല ആൾക്കാരും നിർജീവമാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ആ സംഘടനയിൽ ഉണ്ടായിരുന്ന മറ്റാളുകൾക്ക് ആർക്കും കിട്ടാത്ത ചില ഭാഗ്യങ്ങളൊക്കെ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ ഒരു നടിക്ക് മാത്രം കിട്ടുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ അതേസമയം അവരെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, അവരെക്കാൾ നന്നായിട്ട് അഭിനയിക്കുന്ന ഈ പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞ ഈ നടിക്ക് വലിയ വേഷങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുകയും അവർ സിനിമയിൽ നിന്ന് മെല്ലെ മെല്ലെ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഈ അടുത്ത കാലത്ത് 2024 നമ്മൾ കൃത്യമായിട്ടും കാണുകയുണ്ടായി എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ സിനിമക്കാരും പാർവതി തിരുവോത്തിനെതിരെ മാത്രമാണ് സംസാരിക്കുന്നത് എന്ന സംശയമൊക്കെ പൊതുജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അമ്മ എന്ന് ഒരിക്കലും പാർവതി തിരുവോത്ത് പറയാറില്ല. അവർ AMMA എന്ന് മാത്രമാണ് പറയാറുള്ളത്. അവർ കൃത്യമായിട്ട് അതിന് കാരണം പറയുന്നത് അമ്മ എന്ന് പറയുന്ന പേര് വളരെ പരിശുദ്ധമായ ഒരു പേരാണ്, അതിന് വലിയ അർത്ഥ തലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു വൃത്തികെട്ട സംഘടനയ്ക്ക്, ഈ ഒരു സിനിമാ നടന്മാരെ വൃത്തികെട്ട സംഘടനകൾക്ക് അങ്ങനത്തെ ഒരു പേര് യോജിക്കുന്നതല്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വൃത്തിയായിട്ടും എന്താണോ അസോസിയേഷൻ എന്നുള്ള ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് AMMA എന്നുള്ളതാണ്. ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ പേര് നിർദ്ദേശിക്കുന്നത് മുരളി എന്ന് പറയുന്ന ആ ഒരു മഹാനായിട്ടുള്ള നടനാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പേരിനോളം ആ ഒരു പേരിന് വികാരപരമായിട്ട് ഒരുപാട് പ്രാധാന്യം ഈ ഒരു സംഘടന കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും പാർവതി തിരുവോത്തിനെ എതിരെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി സംസാരിക്കുന്ന വാർത്ത ഇപ്പോൾ വന്നതുണ്ട്. ഇത് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അമ്മ സംഘടനയിൽ ഒരു വലിയ മീറ്റിംഗ്, ഒരു വലിയ പ്രോഗ്രാമുകളൊക്കെ നടന്നു. ആ പ്രോഗ്രാം നടന്ന സമയത്ത് അതിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രസംഗം കാഴ്ചവെച്ചത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സിനിമാ നടനാണ്. ഇദ്ദേഹത്തെ ഈ ഒരു സമയത്ത് നമുക്ക് സിനിമാ നടൻ എന്ന് പറയുന്ന ലേബിൽ മാത്രം ഒതുക്കി നിർത്താവുന്നതാണ്. എന്നാൽ അതേസമയം ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് സത്യം പറയാലോ, എനിക്ക് പേഴ്സണലി ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമല്ല. പലപ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു MP സ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യൻ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത ഭാഷകൾ, ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ആംഗ്യങ്ങൾ ഒക്കെ പൊതുവേദിയിൽ പറയുകയും അത് പറഞ്ഞുകൊണ്ട് ആളുകളിൽ നിന്ന് കയ്യടി നേടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഒരു സിനിമാ ഡയലോഗ് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. തൃശ്ശൂർ എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അതോ ഒരു ആംഗ്യ വിക്ഷേപങ്ങളൊക്കെ പലപ്പോഴും കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന മറ്റു മേഖലയിലെ തമിഴ്നാട്ടിലൊക്കെ പല ആൾക്കാരും സംസാരിക്കുമ്പോഴൊക്കെ ഇദ്ദേഹം ആ ഒരു ആംഗ്യങ്ങളൊക്കെ പാർലമെന്റ് വെച്ച് നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തൊക്കെയായാലും രാഷ്ട്രീയക്കാരെന്ന നിലയ്ക്ക് വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ തന്നെ പറയേണ്ടി വരും. എന്നാൽ അതേസമയത്ത് തന്നെ പേഴ്സണലി അദ്ദേഹം എന്ന് പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന പേഴ്സൺ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ വളരെ നല്ല വ്യക്തിത്വമുള്ള ഒരാളാണ്. എന്നാൽ അതേസമയം അത് സാമൂഹ്യ പ്രവർത്തനത്തിൽ വരുമ്പോൾ തന്റെ പേഴ്സണൽ ലൈഫിലെ നല്ല കാര്യങ്ങൾ പോലും സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം ഇടയ്ക്ക് ഉപയോഗിച്ച് കാണുകയും നമ്മൾ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളതാണ് അത്തരം കാര്യങ്ങളെല്ലാം. എന്തായാലും ഇപ്പോൾ കാണുന്ന കാര്യങ്ങളെല്ലാം പാർവതി തിരുവോത്തിനെതിരെ ഇദ്ദേഹം സംസാരിക്കുന്നു, അല്ലെങ്കിൽ സംസാരിച്ചു എന്ന രീതിയിലാണ്. എന്താണ് കാര്യമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ അമ്മ പോലുള്ള വലിയ സംവിധാനങ്ങൾ ഇപ്പോഴും അവരാണല്ലോ വലിയ സംഘടന. എന്നാണ് ഒരു അപേക്ഷയും കൂടിയുണ്ട്. ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വകീയനായ ശ്രീ മുരളിയാണ്, നമ്മുടെയൊക്കെ മുരളിച്ചേട്ടൻ. അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത്. പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല. ഈ കുത്ത് എം കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. ഞങ്ങൾക്ക് അമ്മയാണ്. അത് ഗംഭീരമായിട്ടുള്ള അപ്ലൗസ് കിട്ടിയ ഒരു വർത്തമാനമാണ്. ഇദ്ദേഹത്തിന്റെ സിനിമയിൽ മാത്രമല്ല, ഇദ്ദേഹം പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊതുവേദിയിലെ രാഷ്ട്രീയ വേദിയിലെല്ലാം ഇങ്ങനെ കയ്യടി കിട്ടുന്ന രീതിയിൽ സംസാരം, വാക്കുകൾ ഉപയോഗിക്കാൻ വളരെ മിടുക്കനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അത് തന്നെയാണ് അദ്ദേഹം അമ്മ സംഘടനയിലെ ഈ ഒരു വേദിയിലും അദ്ദേഹം നടത്തിയത്.
കാരണം എ കുത്ത്, എം കുത്ത്, എം കുത്ത്, എ കുത്ത് എന്ന് പറയുന്ന വാക്കുകൾ പുറത്തുള്ള പല മേലളന്മാരും അത് രാഷ്ട്രീയക്കാരെ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കണം. കൃത്യമായിട്ടും സുരേഷ് ഗോപി പാർവതിയല്ല കുറ്റം പറയുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അദ്ദേഹം കുറ്റം പറയുന്നത് ഇടതുപക്ഷത്തെയാണ്. കാരണം സമയം കിട്ടുന്ന ഏത് വേദിയിലായാലും അദ്ദേഹം എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിനെതിരെ ഒരു സംഗതി തിരിച്ചുവിടാനുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കുറ്റം പറയാനുള്ള ശ്രമങ്ങളൊക്കെ പലപ്പോഴും ഇദ്ദേഹം നടത്തി കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും കൃത്യമായിട്ടും ഇടതുപക്ഷത്തിനെതിരെ തന്നെയുള്ള ഒരു ചാട്ടുള്ളിയായിട്ടൊക്കെ നമ്മൾ കരുതേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് ഇദ്ദേഹം ഇതിനെ ഉപയോഗിച്ചെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം AMMA എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയ്ക്ക് എതിരെയുള്ള പ്രവർത്തനം നടത്തിയത് പിണറായി വിജയനാണെന്നാണ് ഇപ്പോൾ പല സിനിമാക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ സിനിമാ സംഘടനകളിലെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു സംഗതി പിണറായി വിജയൻ ഗവൺമെന്റ് മുമ്പിലേക്കാണ് ഒരു പരാതിയുമായിട്ട് അന്ന് എത്തുന്നത്. എന്തായാലും പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ അതൊരു ജസ്റ്റിസ് അന്വേഷിക്കട്ടെ എന്നതിന്റെ ഭാഗമായിട്ട് ഒരു ജസ്റ്റിസിനെ ഒരു കമ്മിറ്റിയെ 4 അംഗ കമ്മിറ്റിയെ നിയമിക്കുന്നു. അവർ പരിപൂർണമായിട്ട് അന്വേഷിക്കുന്നു, ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് മുമ്പിലേക്ക് എത്തിക്കുന്നു. ആ റിപ്പോർട്ട് എന്നിട്ടും 4 വർഷത്തോളം അത് തടഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ പുറത്തേക്ക് ഇറക്കണ്ട എന്നൊക്കെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പിന്നീട് അതിൽ തന്റെ പേരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചില നടിമാർ പുറത്തു വരികയും എന്റെ പേര് ഒരിക്കലും പബ്ലിഷ് ചെയ്യരുത്, എന്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ഈ റിപ്പോർട്ട് ഒരിക്കലും മാറരുത് എന്നുള്ള ചില അപേക്ഷകളൊക്കെ വന്ന സമയത്താണ് ഇത് നാട്ടുകാർക്ക് കാണണമെന്നുള്ളൊരു ആവശ്യം പൊതുജനങ്ങളൊക്കെ ഉന്നയിക്കാൻ തുടങ്ങിയത്. അത് രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് പോലും അത്തരം ആവശ്യങ്ങളൊക്കെ, പ്രതിപക്ഷത്തു നിന്ന് പോലും അത്തരം ആവശ്യം വന്നു. എന്തിനാണ് പിണറായി വിജയൻ ഈ ഒരു സംഗതി ഇങ്ങനെ പൂഴ്ത്തിവെക്കുന്നത്? ഇതിന്റെ ഭാഗമായിട്ട് ചില ആളുകളുടെ പേരുകളൊക്കെ മറഞ്ഞ ചില്ലറ പേജിൽ 100-300 പേജുകൾ ഒരു PDF എന്ന രീതിയിൽ പുറത്തേക്ക് ഇറക്കുകയുണ്ടായി. അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ പല ആൾക്കാരും സിനിമാക്കാർക്കെതിരെ പല ആരോപണങ്ങൾ വന്നു. പല സ്ത്രീകളും സിനിമയിലുള്ള ഒരുപാട് ആൾക്കാർക്കെതിരെ ആരോപണങ്ങളായിട്ട് വന്നു. പക്ഷേ അത്തരം ആരോപണങ്ങൾക്കൊന്നും ഒരു ക്രെഡിബിലിറ്റിയും ഇല്ല എന്ന് പിന്നെ നമുക്ക് മനസ്സിലായി. ആരോപണങ്ങൾ കൊടുത്ത ആളുകൾ തന്നെ ആ ഒരു ആരോപണങ്ങൾ പിൻവലിക്കുകയും ആരോപണം നടത്തുന്ന ആളുകൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളാണ്. അവർ തന്നെ പല പോക്സോ കേസിൽപ്പെട്ട ആളുകളാണ്. ചില ആളുകൾക്ക് ഈ ആരോപണം നടത്തിയിട്ട് ഞാൻ ഉറക്കപ്പിച്ചയിൽ പറഞ്ഞതാണ്, അറിയാതെ പറഞ്ഞു പോയതാണ്, ഒരു ഫെയിമിന് വേണ്ടി പറഞ്ഞു പോയതാണ് എന്നൊക്കെ രീതിയിലുള്ള വർത്തമാനങ്ങൾ അതിന് പിന്നാലെ വന്നു. ഇത്തരം ആളുകളെല്ലാം കേസുകളൊക്കെ പിൻവലിച്ചു. ഈവൻ മുകേഷിനെതിരെയുള്ള കേസുകൾ പോലും മിനു എന്ന് പറയുന്ന പേരിഞ്ഞ് പറഞ്ഞു വലിയ പ്രശ്നമുണ്ട്. ഇതിൽ അവരടക്കം ഇത്തരം കേസുകളൊക്കെ പിൻവലിച്ചു. ഞാൻ ഒന്നിനുമില്ലേ രാമനാരായണ എന്നൊക്കെ രീതിയിൽ മാറിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഒരു കേസ് പിണറായി വിജയന്റെ കയ്യിൽ നിന്നാണ് വന്നതെന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് പരാതി കൊടുത്തു, തീർച്ചയായിട്ടും ആസ് എ മുഖ്യമന്ത്രി അദ്ദേഹം അത് അന്വേഷിക്കാൻ ഉത്തരവിടുക തന്നെ ചെയ്യും. അത് ഏത് മുഖ്യമന്ത്രി ആയാലും ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതെന്തോ മനഃപൂർവ്വമായിട്ട് സിനിമാ മേഖല തകർക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമിച്ചതാണെന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ ഇത്തരം വാക്കുകൾക്ക് ഗംഭീരമായിട്ടുള്ള കയ്യടികളായിട്ട് മാറിപ്പോകുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ആ മേലാളന്മാർ ഒരുപക്ഷെ പിണറായി വിജയനായിരിക്കാം, ഒപ്പമുള്ള മന്ത്രിമാരായിരിക്കാം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പല ആൾക്കാരായിരിക്കാം, അവർക്കെതിരെയുള്ള ഒരു കൂരമ്പകളായിട്ടാണ് പലപ്പോഴും സുരേഷ് ഗോപി ആ ഒരു സ്ഥലത്ത് പോലും രാഷ്ട്രീയപരമായിട്ട് ഇദ്ദേഹം സംസാരിച്ച് പോകുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് പാർവതി തിരുവോത്തിനെതിരെയുള്ള വാക്കുകളായിട്ടാണ് സുരേഷ് ഗോപി ഉപയോഗിക്കുന്നത് തോന്നുന്നില്ല. കാരണം സ്വന്തം സംഘടനയുടെ ഉള്ളിലുള്ള ആളുകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുക എന്ന് മാത്രമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുക. അതല്ലാതെയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം ഇറങ്ങില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിപ്പോകുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ബൈ.